1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. ഒരു ചെറിയ ന്യൂസ് ഉണ്ട്. നമുക്ക് തേവക്കാട് വരെ ഒന്ന് പോണം. എന്താ CP? കാര്യം നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം. ശരി, ഞാനിപ്പോ ഇറങ്ങാം. ശരി മാഡം. ദേവിക, ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജിൻസിയോട് പറഞ്ഞാൽ മതി. ശരി മാഡം. CP, ഞാൻ ദേ ഇറങ്ങുവാ. ശരി മാഡം. ജിൻസി, ഞാൻ ഓഫീസിലേക്ക് പോവാ. ശരി മാഡം. പിന്നെ ദേവിക എങ്ങനെയുണ്ട്? അച്ചടക്കത്തോടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ? കുഴപ്പമൊന്നുമില്ല മാഡം. ഇന്നലെ ഓഫീസ് ടൈമില് ഫോൺ ചെയ്തു, ഞാനൊന്ന് വരട്ടിയിട്ടുണ്ട്. പിന്നെ അവള് മുകളിലേക്ക് പോകരുത്. അതൊക്കെ നോക്കിക്കോളാം മാഡം. അവള് നിന്നോട് എന്ത് ചോദിച്ചാലും മറുപടി പറയണ്ട, എന്നോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ മാഡം. ശരി, ഞാൻ ഇറങ്ങാം. ശരി മാഡം. CP, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ ഗുഡ് മോർണിംഗ് മാഡം. അകത്തിരിക്കാം. വരും. ത്യാഗരാജ, ചന്ദ്രമതിയെ കുറിച്ചുള്ള അന്വേഷണം എന്തായി? അവളെവിടെയാ? എന്തെങ്കിലും സൂചന കിട്ടിയോ? അല്ല, അത് ഇന്നുകൊണ്ടൊരു വ്യക്തത. നാളെ കേസ്. ഇന്ന് ഈ സമയമായിട്ടും ഒരു നിർണായക കാര്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. അല്ല, ചേച്ചി വരില്ല, പേടിക്കണ്ട. എത്താൻ ഒരു സാധ്യതയില്ല. കേസിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. CP, ത്യാഗരാജൻ ഉറപ്പ് പറയുന്നുണ്ടല്ലോ ചന്ദ്രമതി വരില്ല എന്ന്. ത്യാഗരാജൻ പറയുമ്പോ പിന്നെ അതൊരു ഉറപ്പാണല്ലോ മാഡം. അതെ അതെ, ചേച്ചിയെ കുറിച്ചുള്ള പേടിയെ വേണ്ട. ചേച്ചി എത്തില്ല. ചന്ദ്രമതി എത്തില്ല? എത്തില്ല മാഡം. CP, എന്താ ഇത്? എന്താ മാഡം? തുറന്നു നോക്ക്. ഇത് എനിക്കൊന്നും മനസ്സിലായില്ല. ഇതോ ചന്ദ്രമതി ഇങ്ങോട്ട് വരുന്നതിന്റെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ്. CP കണ്ടുപിടിച്ചെടുത്തതാ. അല്ല ചേച്ചി, ചന്ദ്രമതി വരുന്നു. വരുന്നത് കോടതിയിൽ നമുക്കെതിരെ മൊഴി കൊടുക്കാൻ തന്നെയാ. മാഡം സോറി, ഞാൻ കരുതി. എന്ത് കരുതി?
കേസിൽ അരുന്ധതി തോക്കോ ജയിക്കോ ചെയ്യട്ടെ, അതിലിപ്പം എനിക്കെന്താ? അങ്ങനെയല്ലേ കരുതിയേ? അയ്യോ മാഡം, ഞാൻ ത്യാഗരാജ, ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് മടുത്തെങ്കില് നിർത്തിക്കൊള്ളണം. നേരത്തെയുള്ള കരാർ അനുസരിച്ചുള്ള രീതിയിൽ എല്ലാം സെറ്റിൽ ചെയ്ത് സന്തോഷമായിട്ട് പിരിയാൻ നിനക്ക്. അയ്യോ മാഡം, ഞാൻ സോറി. ഇത് എന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച തന്നെയാ. ഇനി ആവർത്തിക്കില്ല. ഇനി ആവർത്തിച്ച പറയാൻ നിൽക്കില്ല. കണക്കുകൾ തീർത്ത് പിരിച്ചുവിടും. എനിക്കറിയാം മാഡം. CP, മാഡം. സംസാരിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്ക്. ശരി മാഡം. എയർപോർട്ടിൽ എന്റെ ചില കോണ്ടാക്ട്സ് വെച്ചിട്ടാ ചന്ദ്രമതി മാഡം വരുന്ന ഫ്ലൈറ്റും ഡീറ്റെയിൽസും ഒക്കെ ഒപ്പിച്ചത്. ഇത് രണ്ടും ഒരേ ചന്ദ്രമതിയാണെന്ന് ഉറപ്പുണ്ടോ? നിങ്ങളെപ്പോലെ അല്ല ഞാൻ. അരുന്ധതി മാഡത്തിന് വേണ്ടി ഒരു പണി ചെയ്യുമ്പോ അത് കൃത്യമായും വ്യക്തമായും മാത്രമേ ചെയ്യൂ. CP, എന്റെ ആത്മാർത്ഥത മറ്റാരും അളക്കണ്ട. മാഡത്തിന് അറിയാം. ആ ആത്മാർത്ഥത ഇപ്പൊ അറിഞ്ഞല്ലോ അല്ലേ? മാഡം, എനിക്കൊരു വീഴ്ച പറ്റി. പക്ഷെ എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തെന്ന് പറയണം CPയോട്. ഞാൻ ഇൻസൾട്ട് ചെയ്തെന്നോ? വേണ്ട, തർക്കം വേണ്ട. CPയും ത്യാഗരാജനും കൂടി കാര്യങ്ങൾ ഭംഗിയായിട്ടങ്ങ് ചെയ്താ മതി. നാളെ ചന്ദ്രമതി ഫ്ലൈറ്റ് ഇറങ്ങുമ്പോ നമ്മുടെ ആളുകൾ ഫോളോ ചെയ്യണം. ത്യാഗരാജ, എവിടെയാണോ അവർ തങ്ങുന്നത് അവിടെ നിന്ന് പൊക്കണം. അല്ലെങ്കിൽ അവിടെ തന്നെ ബ്ലോക്ക് ചെയ്യണം. മാഡം, അഡ്വക്കേറ്റ് കാട്ടൂരാനാണ് ചേച്ചിയെ വരുത്തുന്നതെങ്കിൽ ചേച്ചിയുടെ പ്രൊട്ടക്ഷൻ കൂട്ടിയിട്ടുണ്ടാവും. ത്യാഗരാജൻ പറയുന്നത് കറക്റ്റാ. ആൾബലം എത്ര വേണമെന്നുള്ളതൊക്കെ നോക്കിയിട്ട് ആ ഏരിയ ക്ലിയർ ചെയ്യേണ്ടത് ത്യാഗരാജനാണ്. ഓക്കെ മാഡം. CP ചന്ദ്രമതിയുടെ വരവും പോക്കും ഒക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. മാഡം. ത്യാഗരാജൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ സഹായത്തിന് എത്തുകയും വേണം. ശരി മാഡം. ചന്ദ്രമതി നമ്മുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ ഉടനെ എന്നെ വിളിക്കണം. അടുത്ത നീക്കം ഞാൻ പറയും. അയക്കുന്ന ആളുകള് വളരെ കൃത്യതയുള്ള ആളുകളായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ ത്യാഗരാജന്? ആ, മാഡം. CP, നാളത്തെ ഒരു ദിവസം നിങ്ങൾ എന്റെ ദിവസമാക്കി മാറ്റിത്തരണം. തീർച്ചയായും. മാഡം, ധൈര്യമായിട്ടിരിക്കെ. നമുക്ക് ജയം ഉറപ്പാ. ഇതിൽ വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ തോൽക്കുന്നത് ത്യാഗരാജനല്ല, അരുന്ധതിയാ. പ്രഭാവതിയെ എനിക്ക് ജയിച്ചേ പറ്റൂ. എന്താ? ഇത്തിരി വെള്ളം കുടിക്കാൻ വന്നത്. ഇതോ അവിടെയുണ്ട്. ഹലോ, ആ പറയടാ. ആണോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ചുമ്മാതിരിക്കേ. ഇവിടെ ആണെങ്കിൽ മാഡം പോലും ഇല്ല. ഇല്ലില്ല, വരാൻ പറ്റൂല. ഛേ, പെണങ്ങല്ലേ. ഒരു മിനിറ്റ്. ദേവിക, എന്താ ജിൻസി? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോണം. പിന്നെ മാഡം വിളിക്കുകയാണെങ്കിൽ ഞാൻ പുറത്തു പോയ കാര്യമൊന്നും പറയണ്ട. ശരി. ഇനി അഥവാ മാഡം ഫോൺ വിളിച്ചിട്ട് എൻ്റെ തരാൻ വല്ലതും പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാഡം പെട്ടെന്ന് വരുമോ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു കോൾ വന്നിട്ട് പുറത്തു പോയെന്ന് പറഞ്ഞാൽ മതി. പറയാം. പിന്നെ എപ്പോഴും നിന്നെ ശ്രദ്ധിച്ച് ഇവിടെ ഇരിക്കണമെന്നാ മാഡം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാനങ്ങനെ നിന്റെ കുറ്റം മാത്രം കണ്ടുപിടിക്കാനിരിക്കുന്ന ഒരാളല്ല.
ഞാൻ പോയിട്ട് വരെ. ശരി ശരി. ആ പിന്നെ ഞാനില്ലാന്ന് കരുതി മുകളിലേക്കൊന്നും പോണ്ട. ഒരു കാരണവശാലും പോകരുത്. എനിക്കറിയാം ജിൻസി. ശരി, ഞാൻ ഇറങ്ങുവാ. വേഗം കേറ്. ചന്ദ്രമതി എത്തുമെന്നുള്ള കാര്യം 100% ഉറപ്പാണല്ലോ, അല്ല മാഡം? അതെ, സംശയം വേണ്ട. ആ, ചന്ദ്രമതി തന്ന വാക്കിൽ നിന്ന് ഇനി പിന്നോട്ട് പോവില്ല. നമ്മൾ പറഞ്ഞ രീതിയിൽ നമുക്ക് വേണ്ടി മൊഴി കൊടുക്കുമല്ലോ, അല്ലേ? തീർച്ചയായും. ആ, അപ്പൊ പിന്നെ 90% ജയം ഉറപ്പായി കഴിഞ്ഞു. ചന്ദ്രമതിയുടെ വരവ് ത്യാഗരാജനും കൂട്ടരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന എന്റെ പേടി. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. അഥവാ അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തിനു പിന്തിരിയണം? നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അതെ, അത് തന്നെ ഞങ്ങളുടെ തീരുമാനം. ആ, പിന്നെ ഒരു കാര്യം, ചന്ദ്രമതിയെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിൽ മാഡം തന്നെ പോണം. ഇടയ്ക്ക് വെച്ച് എന്തൊക്കെ സംഭവിച്ചാലും വണ്ടി നിർത്താൻ പാടില്ല. ഗസ്റ്റ് ഹൗസിൽ വേണം താമസിപ്പിക്കാൻ. അങ്ങനെ 100% പഴുതടച്ച രീതിയിൽ വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ. എനിക്കറിയാം വക്കീലേ. കോടതിയിൽ പറയേണ്ട രീതികൾ പഠിക്കണം. എന്തു പറയണം, എങ്ങനെ പറയണം എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. മാഡം ചന്ദ്രമതിക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ ഒരു കാരണവശാലും ചന്ദ്രമതിയെ മീറ്റ് ചെയ്യുന്നില്ല. കാരണം ഇങ്ങനെ ഞാൻ മാഡത്തിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് എന്നെ നിരീക്ഷിക്കാൻ ത്യാഗരാജന്റെ ആൾക്കാരുണ്ടാകും. ഓക്കെ, അങ്ങനെ ചെയ്യാം വക്കീലേ. വേണ്ട പോലെ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഡോക്യുമെന്റ് വായിച്ചിട്ട് ഒപ്പിടണം. ശരി. സിദ്ധാർത്ഥൻ സാറാണ് കുറ്റവാളി എന്ന് എഴുതി ചേർത്തിരിക്കുന്ന സാഹചര്യ തെളിവുകളിലൊന്ന് അന്ന് ചന്ദ്രമതി ആരോപിച്ച കാര്യങ്ങളും സിദ്ധാർത്ഥൻ സാറ് കൊലപാതക ദിവസം തേവക്കാട്ട് പോയി എന്നുള്ള രേഖകളുമാണ്. എന്തിന് സിദ്ധാർത്ഥൻ സാർ അവിടെ പോയി? അതൊരു പ്രധാന ചോദ്യമാണ്. കൂടാതെ തോക്ക് കൈവശം പിടിച്ച അദ്ദേഹം നിന്നത്, അതിന് സാക്ഷികളുണ്ട്. അപ്പോ ഇതിനെ എങ്ങനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം? പിന്നെ വരുന്നത് സെഷൻ 123/27. ഹലോ നന്ദു. ആ ദേവി, ഞാൻ വിളിച്ചതേ നാളത്തെ ലീവിന്റെ കാര്യം മാഡത്തോട് ചോദിച്ചോ? ലീവ് സാങ്ഷൻ ചെയ്തോ? മാഡം തിരക്കിലായിരുന്നു. കുറച്ചു നേരത്തെ പുറത്തേക്ക് പോവുകയും ചെയ്തു. തിരികെ വരട്ടെ, ഞാൻ ചോദിക്കാം. മാഡം എന്തെങ്കിലും തടസ്സം പറഞ്ഞാലും കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. അതൊക്കെ ഞാൻ ചെയ്തോളാം നന്ദു. ലീവ് വാങ്ങിക്കാം. നാളെ നമ്മൾ എല്ലാവരും കോടതിയിൽ ഉണ്ടാവണം. അത് അച്ഛന് ആത്മവിശ്വാസം കൂട്ടും. എനിക്കറിയാം, ഞാൻ വേണ്ടത് ചെയ്തോളാം. നാളെ കേസ് നമുക്ക് അനുകൂലമായ അച്ഛൻ പിന്നെ നമ്മളോടൊപ്പം. അതെ, ഞാനും അതിന്റെ സന്തോഷത്തിലാ. ചന്ദ്രമതി എന്റെ എത്തിച്ചേരുമെന്ന് ഉറപ്പായല്ലോ അല്ലേ നന്ദു? അതൊക്കെ തീരുമാനിച്ച പോലെ തന്നെ നടക്കും. ചന്ദ്രമതി ആന്റിയുടെ കാര്യങ്ങള് കാട്ടൂരം വക്കീൽ നോക്കുന്നുണ്ട്. എന്തായാലും ദൈവമായിട്ടാ നമ്മളെ കാട്ടൂരം വക്കീലിന്റെ അടുത്തേക്ക് എത്തിച്ചത്. സത്യം. ആ പിന്നെ അവിടുത്തെ ജിൻസി കൊച്ചമ്മ എന്ത് പറയുന്നു? ഭരണമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആരോ വിളിച്ചിട്ടാണെന്ന് തോന്നുന്നു. പുറത്തോട്ട് പോയി. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാ പോയത്. എത്ര വൈകുന്നോ അത്രയും നല്ലത്. ആ നന്ദു, കുറച്ച് ജോലിയുണ്ട്. ഫോൺ കട്ട് ചെയ്യണോ അല്ലേ? ശരി, ഓക്കെ, കട്ട് ചെയ്തേക്കാം. അയ്യോ നന്ദു, അങ്ങനെയല്ല. ശരിയടോ, ജോലി നടക്കട്ടെ.
ആരോട് അനുവാദം വാങ്ങിട്ടാ ഇങ്ങോട്ട് കയറി വന്നേ? മാഡം, അത് ഒരു ശബ്ദം. ശബ്ദം? എന്ത് ശബ്ദം? അത് എന്തെങ്കിലുമൊക്കെ സങ്കല്പിച്ചുണ്ടാക്കിയിട്ട് എന്റെ പ്രൈവറ്റ് റൂം തുറക്കാൻ വന്നു അല്ലേ? അയ്യോ, അത് പോ, താഴേക്ക് പോവാൻ.